AB ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇളകി പോവാതിരിക്കാൻ ടൈല് ഒറിജിനലി എങ്ങനെ ലേ ചെയ്യണം, അല്ലെങ്കിൽ ടൈൽ ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുത്താൽ ഈ ടൈല് ഇളകാതിരിക്കും. എസ്പെഷ്യലി ബിഗ് സൈസ് സ്ലാബ് 6x4 ഇപ്പോഴത്തെ ഏറ്റവും പോപ്പുലർ സൈസാണ്. ഏറ്റവും കൂടുതൽ ഹോളും സിറ്റ് ഔട്ടും അതേപോലെ മെയിൻ ഏരിയാസ് വിരിക്കുന്ന ടൈൽസ് ആണ്. പക്ഷേ ഇതിനകത്ത് ലേയിങ്ങിനകത്ത് ഒരു ക്യാച്ച് ഉണ്ട്. അത് എങ്ങനെ ചെയ്യണം, എന്ത് ടൂൾസ് ഉപയോഗിക്കണം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിൽ ഒരു കസ്റ്റമറെങ്കിലും ഞങ്ങളുടെ അടുത്ത് വരും. പണ്ടിട്ട ടൈല് ഒരു 5 വർഷം 10 വർഷം മുമ്പ് ഇട്ട ടൈല് ഹീറ്റ് കൂടിയിട്ട് പൊള്ളി ഇളകി. ഇപ്പം മഴക്കാലമായി, ആ കേസസ് ഇപ്പം സ്വല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചൂട് സമയത്ത് ശരിക്കും ഈ വർഷം നല്ല രീതിയിൽ ടൈൽസ് ഇളകിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇനി കൂടി വരത്തേ ഉള്ളൂ. കാരണം നമ്മളിപ്പം ആറ്റുമണലല്ല യൂസ് ചെയ്യുന്നത്, എംസാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. എംസാൻഡിന് വാട്ടർ അപ്പറ്റൈറ്റ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ എംസാൻഡിന് എത്ര വെള്ളം കൊടുത്താലും അത് അറ്റ്ലീസ്റ്റ് ആറ്റുമണലുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എംസാൻഡ് ഒരു 5 times മോർ വെള്ളം കുടിക്കും. അത് തടുക്കാൻ നമ്മൾ ഒരു കെമിക്കൽ യൂസ് ചെയ്യണം. പിന്നെ ടൈൽസിൽ വന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ചും നമുക്ക് കാണാം. ഇനി ആദ്യത്തെ കാര്യം നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിലിൽ മനസ്സിലാക്കാം. ആറ്റുമണലുള്ള സമയത്ത് ആറ്റുമണലിനകത്ത് ഒരു നാച്ചുറൽ തണുപ്പുണ്ട്. പിന്നെ അതിന്റെ ആറ്റുമണലിന്റെ ഓരോ ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹെക്സാഗണൽ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പാണ്. വിച്ച് മീൻസ് അത് വെള്ളത്തിനെ അകത്തോട്ട് പെട്ടെന്ന് കരത്തി വിടത്തില്ല. പക്ഷേ നമ്മൾ എംസാൻഡ് എടുക്കുകയാണെങ്കിൽ എംസാൻഡിന് നമ്മുടെ ചെറിയ പേന കത്തി അല്ലെങ്കിൽ കത്തിയുടെ സ്ട്രക്ചറാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. വിച്ച് മീൻസ് അതിലൂടെ വെള്ളം പാസ് ചെയ്യാൻ വളരെ ഈസിയാണ്. സോ ഇതിനകത്ത് എവിടെ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഗ്രൗട്ട് ഒഴിച്ചു കഴിഞ്ഞ് ടൈൽ പ്രിപ്പയർ ചെയ്ത് ടൈൽ ലേ ചെയ്യുമ്പോഴത്തേക്കും ആറ്റുമണലിന്റെ പുറത്ത് ഗ്രൗട്ട് അതേപോലെ നിൽക്കും. പക്ഷേ എംസാൻഡിന്റെ പുറത്ത് ഗ്രൗട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ അതിനകത്ത് സിമെന്റ് മാത്രമേ കാണത്തുള്ളൂ. ഈ വെള്ളം എല്ലാം എംസാൻഡ് പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് MYK ലാറ്റിഗ്രേറ്റിന്റെ സൂപ്പർ സെറ്റ് പോലത്തെ വാട്ടർ കോയാഗുലന്റ് അത് എല്ലാ കമ്പനിക്കും ഉണ്ട്. ലാറ്റിഗ്രേറ്റ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഏത് കമ്പനി ഡോക്ടർ ഫിക്സിറ്റിനും ഉണ്ട്, അതും ഉപയോഗിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു വാട്ടർ കോയാഗുലന്റ് അല്ലെ വെള്ളത്തിന്റെ കൊഴുപ്പ് കൂട്ടുന്ന എന്തെങ്കിലും ഒരു കെമിക്കൽ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഗ്രൗട്ടിനകത്ത് വെള്ളം ആവശ്യത്തിന്, അതായത് ടൈലിലേക്ക് പിടിക്കാൻ, ഗ്രൗട്ടിനെ ടൈലിലേക്ക് പിടിക്കാൻ സഹായിക്കാൻ ആവശ്യമുള്ള വെള്ളം ആ ഗ്രൗട്ടിനകത്ത് ടൈല് ചെല്ലുമ്പോഴത്തേക്ക് കാണത്തില്ല. സോ നിങ്ങളുടെ കോൺട്രാക്ടറോ മേസനോ ആരെങ്കിലും ഈ ഗ്രൗട്ട്സ് കോയാഗുലന്റ് ഇല്ലാതെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ പ്രൊഡക്ട്സ് അവരെ കൊണ്ട് അതിനകത്ത് ആഡ് ചെയ്യിക്കണം. കാരണം അല്ലെങ്കിൽ അവരുടെ വാറണ്ടി പീരീഡ് അല്ലെങ്കിൽ അവരുടെ തരുന്ന ടൈലിന്റെ വാറണ്ടി ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും ഈ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. അന്നേരം ഇതിന് ക്ലെയിം പോലും ചെയ്യാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് തിങ് യു ടു മേക്ക് ഇറ്റ് സ്ട്രേറ്റ്. ആറ്റുമണൽ കിട്ടത്തില്ല, എംസാൻഡേ ഉള്ളു. വിച്ച് മീൻസ് നമ്മൾ വാട്ടർ കോയാഗുലൻസ് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. സോ ടൈൽ ഇളകാതിരിക്കാൻ ആവശ്യമുള്ള 2 ബേസിക് സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പ് ഇതാണ്. ഇനി ഗ്രൗട്ടിനെ നമ്മൾ സെക്യൂർ ചെയ്ത് കഴിഞ്ഞ് സോ നമ്മുടെ ഹാഫ് ഓഫ് ദ ടൈലിംഗ് ഈസ് ഡൺ ടെക്നിക്കലി. സെക്കൻഡ് പാർട്ട് നമുക്ക് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം. അതായത് ഈ ഇട്ട ഗ്രൗട്ട് നമ്മളിപ്പോൾ കോയാഗുലന്റും കൂടെ ചേർന്ന് അത് ചാന്തിന്റെ പുറത്ത് കിടപ്പുണ്ട്. പക്ഷേ ഇത് ഈ ടൈലിലോട്ട് ഒട്ടിക്കുന്ന പ്രോബ്ലം, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അവിടെ ട്രഡീഷണലി നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചുറ്റിയുടെ ബാക്ക് വെച്ച് കൊട്ടി ഉറപ്പിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ ആ രീതി പോരാ. എസ്പെഷ്യലി നമ്മൾ കജാരിയ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ 6x4 ടൈൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ടൈൽസിന്റെ ബാക്കിൽ ഗ്രിപ്പ് ലൈൻസ് വേണമെന്നില്ല. ഇനി ഗ്രിപ്പ് ലൈൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു വിഷയമല്ല. അതൊരു സെക്യൂരിറ്റി ത്രെട്ടോ അല്ലെങ്കിൽ അതൊരു ടൈലിനെ സംബന്ധിച്ചുള്ള ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് അല്ല. ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. ഇപ്പോൾ പുറയിൽ ഗ്രിപ്പ് ലൈൻ ഉള്ള മെറ്റീരിയലും വരും, പുറയിൽ ഗ്രിപ്പ് ലൈൻ ഇല്ലാത്ത മെറ്റീരിയലും വരും. പക്ഷേ ദ തിങ് ഈസ് ഇതിന്റെ സർഫേസ് ഏരിയ കൂടുമ്പം ഈ ചുറ്റിക വെച്ചുള്ള കൊട്ട് അത് ശരിയാവത്തില്ല. അതിനകത്ത് 2 റിസ്ക് ഉണ്ട്. ഒന്ന്, ഇത്രയും വലിയ ടൈലിനകത്ത് ഈ ചുറ്റിക കൊട്ടുമ്പോൾ നമ്മൾ ശരിക്കും ഒരു വൈബ്രേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ചുറ്റിക മേളിൽ നിന്ന് അടിക്കുമ്പോൾ താഴെ നിന്ന് ചാന്ത് പിടിക്കുന്നതിന് വേറെ ഒരു സയൻസും ഇല്ല. ബേസിക്കലി അതൊരു വൈബ്രേഷൻ ആണ്. നമ്മൾ താഴെ കിടക്കുന്ന ലിക്വിഡ് ചാന്തിനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് ഈ ടൈലിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വലിയ ടൈലാവുമ്പം ഈ വൈബ്രേഷന്റെ സർക്കിൾസ് അല്ലെങ്കിൽ അതിന്റെ റിവർബറേഷൻ കുറഞ്ഞു വരും. സോ വിച്ച് മീൻസ് നമുക്ക് വലിയ ടൈൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് വലിയ വൈബ്രേഷൻ വേണം. പക്ഷേ ഈ വലിയ വൈബ്രേഷൻ ഒരു ചെറിയ പോയിന്റ് ചുറ്റികയുടെ ബാക്ക് വെച്ച് മാത്രം നമ്മൾ കൊട്ടുമ്പോൾ എന്തോ പറ്റും, നമ്മൾ ഈ ടൈലിനെ മൾട്ടിപ്പിൾ പോയിന്റ്സിൽ, അതായത് ശരിക്കും ഒരു ചെറിയ ടൈലിനകത്ത് നമ്മൾ ഒരു 3 or 4 എടുത്ത് കൊട്ടിയാൽ മതിയെങ്കിൽ നമ്മൾ ഇതിനകത്ത് കുറഞ്ഞ ഒരു 20 എടുത്ത് കൊട്ടണം. സോ ആ ഓരോ കൊട്ടിലും ഈ ടൈലിനകത്ത് എന്തെങ്കിലും ഒരു ഇൻഹറന്റ് ഡിഫക്ട് ഉണ്ടെങ്കിൽ, ഇൻഹറന്റ് ഡിഫക്ട് എന്ന് വെച്ചാൽ അത് കമ്പനിക്ക് പോലും അറിയാൻ പറ്റത്തില്ല. ബോഡിക്കകത്ത് തന്നെ ക്രാക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഒരു പർട്ടിക്കുലർ ടൈലിനകത്ത് ഉണ്ടെങ്കിൽ ഈ കൊട്ടുകൊണ്ട് ആ ടെൻഡൻസി ശരിക്കും ക്രാക്കായിട്ട് വരാനുള്ള സാധ്യത വളരെയധികം കൂടും. അതും ഈ ക്രാക്ക് ഉടനെ വരണമെന്നില്ല. ഈ ക്രാക്ക് ചിലപ്പോൾ 3 മാസം 4 മാസം കഴിഞ്ഞായിരിക്കും കാണുന്നത്.
പക്ഷെ അന്ന് നമ്മൾ ഈ ടൈൽ എടുക്കാൻ ചെല്ലുമ്പം അന്ന് വിരിച്ച ആ ബാച്ച് നമുക്ക് കിട്ടത്തുമില്ല. സോ ദിസ് ഈസ് ദ പ്രോബ്ലം. ചുറ്റിയുടെ പ്രശ്നം ഇതാണ്. പക്ഷെ അതിന് പകരം എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് അത് കണ്ടു നോക്കാം. അപ്പം ഇതുപോലത്തെ പ്രൊഡക്ട്സ് പണ്ട് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ ഇപ്പം ഇതിന് വലിയ കോസ്റ്റ് ഇല്ല, വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഞങ്ങളുടെ കടയിൽ നിന്ന് AVന്ന് കസ്റ്റമേഴ്സ് ഇത് എടുക്കുവാണെങ്കിൽ ഇനി വർക്കേഴ്സിന്റെ കയ്യിൽ വൈബ്രേറ്റർ ഇല്ലെങ്കിൽ നമ്മൾ ഇത് വളരെ ചെറിയ ഒരു റെന്റിന് നമ്മൾ ഇത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇപ്പം ഒരു സൈറ്റിൽ പോയിട്ട് വന്ന ഒരു പീസാണ്. ബാറ്ററി പാക്ക് ഉണ്ട്, ചാർജർ ഉണ്ട്. ജസ്റ്റ് ബാക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബാറ്ററി ചാർജ് ഉണ്ട്. ഈ സാധനം ബേസിക്കലി ഞാനിപ്പം ചെയ്ത് കാണിക്കാം. ഇത് നല്ല വൈബ്രേഷൻ ഉണ്ടാക്കും. ഇതൊരു റബ്ബർ സർഫേസാണ്, നമുക്ക് കാണാം. ലൈക്ക് റബ്ബർ സർഫേസ്, വിച്ച് മീൻസ് നമ്മൾ ആ ടൈലിനെ കൊട്ടി അതിനകത്തുള്ള ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരണ്ട. നമ്മൾ ശരിക്കും വളരെ സോഫ്റ്റ് ആയിട്ട് ഈ റബ്ബർ വെച്ച് നമുക്ക് ഇതിനെ മൂവ് ചെയ്ത് ഇതിനെ ഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ് ഏറ്റവും നല്ല രീതിയിൽ വൈബ്രേഷൻ ഉണ്ടാക്കുന്നത്. ശരിക്കും ഇത് 6x4 ഏത് സൈസ് ടൈലിനും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ വൈബ്രേറ്റർ യൂസ് ചെയ്യാം. ഈ വൈബ്രേറ്റേഴ്സിന്റെ യൂസ് പിന്നെയും കൂടും, കാരണം ഇനി ടൈൽസിന്റെ കനം കൂടി വരുവാണ്. ഇത് കജാരിയയുടെ 15 mm തിക്നെസ് ഉള്ള ഫുൾ ബോഡി വിട്രിഫൈഡ് സ്ലാബ് ആണ്. ഇതിപ്പം സിംബോളോ പോലത്തെ കമ്പനീസ് ഓൾറെഡി 18 mm സ്ലാബ്സ് കൊണ്ടുവന്നു കഴിഞ്ഞു. അധികം താമസിക്കാതെ കജാരിക്കകത്തും 18 mm സ്ലാബ്സ് വരും. എല്ലാ കമ്പനിയും ഇത് ഫോളോ ചെയ്യും. ഇപ്പം കജാരിയ 15 mm ഇറക്കി, സിംബോളോ 18 mm ഇറക്കി. കജാരിയ ഇപ്പം 20 mm തിക്നെസ് ഉള്ള എക്സ്റ്റീരിയർ ടൈൽ ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. സോ വിച്ച് മീൻസ് ഈ കോമ്പറ്റീഷൻ ഓൺ ആണ്. 20 mm അതിന്റെ ഒരു ലിമിറ്റ് ആയിരിക്കും. പക്ഷേ മെറ്റീരിയൽസിന്റെ കനം കൂടുന്നതനുസരിച്ച് നമുക്ക് കൊട്ടുകൊണ്ട് അതിനെ ഉറപ്പിക്കാനുള്ള അതിന്റെ രീതി ഇനി അതങ്ങോട്ട് ഇത്രയും ഫലിക്കത്തില്ല, നമുക്കത് ദോഷമായിട്ട് വരും. മസ്റ്റായിട്ടും ഈ ഒരു ടൂൾ വളരെ സ്റ്റാൻഡേർഡ് ടൂളായി മാറേണ്ട സമയം ആയിരിക്കുന്നു. അപ്പം എല്ലാ വർക്കേഴ്സും, ഈ കാണുന്ന വർക്കേഴ്സും കോൺട്രാക്ടേഴ്സും എല്ലാവരോടും എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, എത്രയും പെട്ടെന്ന് വർക്കേഴ്സിന് ഈ ടൂൾസ് മേടിച്ചു കൊടുക്കുക. ഇല്ല വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഇത് റെന്റിന് AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്ത് അവൈലബിൾ ആണ്. ഇതെടുത്ത് ചെറിയ ടൈല് പോലും ഇത് വെച്ച് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ഇപ്പോഴേ തുടങ്ങണം. നല്ല വർക്കിന് അത് അത്യാവശ്യമാണ്. വീണ്ടും ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ബെറ്റർ ടൈൽ ഫോർ എവ്രി വൺ. ഞങ്ങളുടെ കടയിൽ നിന്ന് മേടിച്ചാലും വേറെ ഏത് കടയിൽ നിന്ന് മേടിച്ചാലും എല്ലാവരുടെയും വീട്ടിൽ ടൈലിംഗ് നന്നായിരിക്കണം. ഞങ്ങളുടെ 70ാമത്തെ വീഡിയോ ആണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം 4 മാസം കൊണ്ടാണ് ഞങ്ങൾ ഈ 70 വീഡിയോസ് ചെയ്തത്. എല്ലാ വീഡിയോസും ഏതെങ്കിലും രീതിയിൽ കസ്റ്റമേഴ്സിനെയും കോൺട്രാക്ടേഴ്സിനെയും മേസൺസിനെയും ബോധവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ബോധവൽക്കരണത്തിന് സഹായമാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷനുമായിട്ട് വന്നതാണ്. ഈ വീഡിയോസ് ഇനിയും മാക്സിമം ഷെയർ ചെയ്യണം. ഇതുവരെ തന്നിട്ടുള്ള സബ്സ്ക്രിപ്ഷനും സഹായത്തിനും എല്ലാം വളരെയധികം നന്ദി. കണ്ടുകൊണ്ടിരിക്കുക ഇതേപോലെ ഇനി ഇൻഫർമേറ്റീവ് വീഡിയോസ് ഈ ചാനൽ.